എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യണം, എങ്കിലേ നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എത്രയാണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. എത്ര നീളം എടുക്കണം, എത്ര വീതി എടുക്കണം എന്നൊക്കെയുള്ളൊരു സംശയം വരും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ നെക്ക് എത്രയാണ്? ഇപ്പം ഞാൻ നെക്ക് വിട്ട് എടുത്തിരിക്കുന്നത് 3.5 അപ്പോൾ ആ 3.5 കൂടി നമ്മൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കണം. വിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, വീതി. കാരണം നമുക്ക് 1 ഇഞ്ച് നെക്ക് എടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് 1 ഇഞ്ച് വെച്ചാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയാണോ നിങ്ങൾ നെക്ക് വിടുത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതലെടുക്കണം. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത്, എത്രയാണ് ലെങ്ത് വേണ്ടത്. ഇപ്പോൾ എനിക്ക് 6 വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിന് കണക്കാക്കിക്കണം. അങ്ങനെ 6.5 എടുക്കണം. 6.5 എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 7.5 എടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ നെക്ക് വിടുത്തെന്ന് പറയുന്നത് 3.5. അതായത് 7 വരും. മൂന്നര നെക്ക് വിടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടോണം, 4.5. അപ്പോൾ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇങ്ങനെ ഒറ്റ പീസാണെങ്കിൽ ഞാൻ രണ്ടായിട്ട് മടക്കിയിടുമ്പോഴുള്ള കാര്യമല്ല പറയുന്നത്. ഇതുപോലെ ഒരു പീസ് എത്ര വീതിയിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് വിടുത്തതിൻ്റെ കൂടെ 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടണം. 3.5 നെക്ക് വിടുത്തെങ്കിൽ 1 ഇഞ്ച് കൂട്ടണം. എത്ര? 4.5. അപ്പോൾ അതിൻ്റെ ഇരട്ടി വേണം ഇതിൻ്റെ വീതി എടുക്കാൻ. അപ്പോൾ 4.5 ഇരട്ടി എത്രയാണ്? 9. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 9 ഇഞ്ച്. ലെങ്ത് എത്രയാണോ നെക്ക് ലെങ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിനും കൂടെ ചേർത്ത് എടുക്കണം. 6 ആണെങ്കിൽ 6.5 എടുക്കണം. എന്നിട്ട് 1 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 7.5. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 5.5 ആണെങ്കിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിന് പോകും. അപ്പം അതും കൂടെ കൂട്ടി 6. എന്നിട്ട് പിന്നെ 1 ഇഞ്ചും കൂടെ കൂട്ടി 7 എടുക്കണം കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. രണ്ടായിട്ട് മടക്കിയിടണം. പിന്നെ എന്താ, ഇത് രണ്ടായിട്ട് മടക്കിയിടുകയാണ്. ഇതാ രണ്ടായിട്ട് മടക്കി നേർ പകുതി വെച്ച് മടക്കണം കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ വിടുത്ത് നമുക്ക് 4.5 ഉണ്ടോ എന്ന് നോക്കണം. അതാ 4.5 ഉണ്ട് കണ്ടോ, കറക്റ്റ് 4.5 ഉണ്ട്. മടക്കിയിട്ട് ഒന്നുകൂടെ നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ലെങ്ത് ഉണ്ടോ എന്ന് നോക്കണം. എത്ര? 7.5. അതും ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. പിന്നെ ഇത് പിൻ ചെയ്ത് വച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അളവിൽ വ്യത്യാസം വരും വീതിയിലേക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ അളവ് എത്രയാണ്? നെക്ക് വിടുത്ത് 3.5. അപ്പോൾ ആ 3.5 ഇവിടെ മാർക്ക് ചെയ്യണം. ഞാൻ 3.5 ഇവിടെ മാർക്ക് ചെയ്തു. എക്സ്ട്രാ 1 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഇതാ കറക്റ്റ് 1 ഇഞ്ചുണ്ട്. അത് നെക്ക് വിടുത്ത് എത്രയാണ്? നെക്ക് ലെങ്ത് എത്രയാണ്? എനിക്ക് വേണ്ടത് 6 വേണ്ടത്. ഷോൾഡർ ജോയിനിങ് കൂടെ കൂട്ടി 6.5 എടുക്കണം. ഇതാ 6.5 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ അതേപോലെ 3.5 മാർക്ക് ചെയ്യണം. ഇവിടെയും നമ്മൾ 6.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ലൈനുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. പിന്നെന്താ, ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കണം കേട്ടോ, ഇവിടുത്തെ കറക്റ്റാണ്. ഇനി നമുക്കിതിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു 4.5 മാർക്ക് ചെയ്യുക. ഷോൾഡർ ജോയിനുകൾ കൂട്ടിയാണ് ഒരു 4.5 ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. നമ്മളൊരു റൗണ്ടിൽ വി വരുന്ന ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാ കണ്ടോ, 4.5 മാർക്ക് ചെയ്യണം. എന്നിട്ട് അതും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇവിടെ ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വരണം കണ്ടോ. 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോണം, ഈ താഴെയല്ല, ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് എടുക്കണം. നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എനിക്ക് അത്രയും ഗ്യാപ്പ് വേണ്ട. അതുകൊണ്ട് ഞാനൊരു 3/4 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും ഇവിടെ നിന്ന് 3/4 ഇഞ്ച് ഇവിടെ എടുക്കണം. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച്, നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മൾ കറക്റ്റ് നെക്ക് ലെങ്ത് ഇല്ലേ അവിടെ ഇട്ട് കൊണ്ടുവന്ന് മുട്ടിക്കണം കേട്ടോ. ഇവിടെ ഗ്യാപ്പ് വേണ്ട, ഇവിടെ മാത്രം ഗ്യാപ്പ് വന്നാൽ മതി. ഇവിടെ നിന്നും കറക്റ്റ് നമുക്ക് വി പോലെ വരാൻ വേണ്ടിയിട്ടാണ്.
കറക്റ്റ് ഈ നെക്കിലോട്ട് വരണം. അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഇത്രയും വരപ്പു 2 ഇഞ്ചോളം താഴ്ച ഈ വീക്ക് വരും. അപ്പോൾ അത്രയും വേണ്ട, അവർക്ക് ചെറിയ രീതിയിൽ വീ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് താഴ്ചയായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4.5 എന്നുള്ളത്, ഞാൻ ഇവിടെ ഇപ്പം 4.5 എന്നല്ലേ പറഞ്ഞത്, അതിന് വേറെ 5.5 എടുക്കേണ്ടത് കേട്ടോ. ഈ 5.5 ഇവിടെ എടുത്തിട്ട് അവിടെ വേണം മാർക്ക്. ഇത് ഞാൻ വെട്ടിയതാണ്, ഇതല്ല ഇതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് വേണം 3/4 ഇഞ്ച് അടിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഇതിലോട്ട് വി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് എടുക്കാം കേട്ടോ. എനിക്കിപ്പം അവർക്ക് ചെറിയ രീതിയിൽ വി മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള വി ആണ് എടുത്തുകൊണ്ട് ഇവിടെ താഴെ നമ്മൾ ഈ നെക്കിൽ ഇവിടെ നിന്നും കറക്റ്റ് നെക്കിലേക്ക് 1 ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ വിയെ വരത്തുള്ളൂ. ഇത് 4.5 നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ 2 ഇഞ്ചോളം വരുന്നത്, അത്രയും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ 5.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ലെന്ത് ഇതാണ്. ഇവിടെയോട്ട് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. ഇതല്ല ഇത്. ഇനി നമുക്കിതിൻ്റെ റൗണ്ട് നെക്ക് വരയ്ക്കണം. റൗണ്ട് നെക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് റൗണ്ടായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആം ഹോൾ കർവിട്ട് നമുക്ക് റൗണ്ട് നെക്ക് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതുവരെ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വരും. തിരിച്ച് ഇവിടെ വരുന്നത് ഇവിടെ നിന്നല്ല, ഈ ഷേപ്പ് നമ്മൾ വരച്ചിരിക്കുന്നില്ലേ അവിടെ നിന്നാണ് 1 ഇഞ്ച് ഗ്യാപ്പ് വരയ്ക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. എന്നിട്ട് ഇത് നമുക്ക് യോജിപ്പിക്കാം. ഇങ്ങനെ നിങ്ങൾ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് തരുമ്പോൾ അളവ് വ്യത്യാസം വരും കേട്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായാലും വീഡിയോ ഒന്നുകൂടി കാണണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബോറാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഒരു ലൈൻ വരച്ച്. നമ്മൾ ഇവിടെ തന്നെ കട്ട് ചെയ്യരുത്, ഇവിടെ തന്നെ കട്ട് ചെയ്ത് വേണം ഇങ്ങനെ വരാൻ. കാരണം നമുക്കല്ലെങ്കിൽ നെക്കിൻ്റെ വിടുത്ത് അവിടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ ലാസ്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ഇതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെന്ത് കൂടും വീഡിയോയിൽ. എന്നിട്ട് ഇനി നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇതല്ല ഇതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യപ്പം പിൻ ചെയ്ത് വച്ചില്ലെങ്കിൽ മാറിപ്പോവും. അതുകൊണ്ടാണ് പിൻ ചെയ്ത് വച്ചിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ. ഇതാണ് നെക്ക് ഡിസൈനായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ വച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നെക്ക് വിടുത്ത്. അല്ലെങ്കിൽ നമ്മൾ വച്ച് തുണിയിലൊക്കെ വച്ച് അയൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഒരു സൈഡ് മാറിപ്പോയി. ഇതാണ് മാറിപ്പോയത് കണ്ടോ. അപ്പോൾ ഇത്രയും വി മതി എനിക്ക്. നിങ്ങൾക്ക് 2 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴ്ച വരും. ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ താഴ്ച വരും. അപ്പോൾ എനിക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലെവലെടുത്തത്. അത് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചെയ്തോണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്ക്. ഇതേപോലെ തന്നെ ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് വെറും നമ്മൾ പ്ലെയിനായിട്ടാണ് റൗണ്ട് നെക്കാണ് എടുത്തിരിക്കുന്നത്.
അത് നമ്മൾ ഡിസൈൻ ചെയ്യില്ല, സാധാ റൗണ്ട് നെക്ക്. പക്ഷെ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാൻവാസ് വെച്ചിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് മറ്റേതിനെ നെക്ക് വിട്ട് എത്രയാണോ അത്രയും വീതിയും 9 ഇഞ്ച് വീതിയും, കണ്ടോ 9 ഇഞ്ച് വീതിയും. ഇപ്പം ലെങ്ത് നമുക്ക് എത്രയാണ്, ഞാൻ ഇപ്പം 3.5 വയ്ക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ കൂട്ടി 4, പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ എത്രയാണോ നെക്ക് ലെങ്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ കൂട്ടിയിട്ട് പിന്നെ 1 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഈ 1 ഇഞ്ച് കൂട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് കേട്ടോ 1 ഇഞ്ച്, അതാണ് 1 ഇഞ്ച്. ഇത് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത് വരച്ചതിന് ശേഷമൊക്കെ കാണിക്കാം. പിന്നെ ഇതിലിതെല്ലാം മാർക്ക് ചെയ്ത് 2ആയിട്ട് മടക്കിയതിന് ശേഷം നെക്ക് എടുത്ത് 3.5, നെക്ക് ലെങ്ത് എനിക്ക് 3.5 വേണ്ടത്. 1/2 ഇഞ്ചും കൂടെ കൂട്ടി 4 എടുത്തു, പിന്നെ 1 ഇഞ്ച് ഇങ്ങോട്ട്. പിന്നെ നമ്മളിവിടെ എത്രയാണ് നെക്ക് വിടുത്ത്, നെക്കിൻ്റെ ലെങ്ത് ഷോൾഡർ ജോയിൻ കൂട്ടാതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് 4 കേട്ടോ, 4. എന്നിട്ട് ഞാൻ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നേരത്തെ പോലെ കുറച്ച് ലൈൻ വരച്ചു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് പിൻ ചെയ്ത് വയ്ക്കണം കേട്ടോ, അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ അളവുകളൊക്കെ മാറിപ്പോവും. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ടേ, കണ്ടോ. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ ഇതാണ് നമ്മുടെ നെക്ക് കേട്ടോ. നെക്കൊന്ന് കാണിച്ചു തരാം. പിന്നൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇത് വരും. കണ്ടോ ഇതാണ് ബാക്ക് നെക്ക്. റെഡിമെയ്ഡിനൊക്കെ ബാക്കിനൊക്കെ ഇത്ര ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും കസ്റ്റമർ വേണമെന്ന് പറയുന്നെങ്കിൽ മാത്രമേ കുറച്ചുകൂടി നെക്ക് ലെന്ത് എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇത്ര. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒരു തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ലൈനിങ് തുണിയിലാണ് കേട്ടോ. ഇത് ഒരു ലൈനിങ്, എനിക്ക് ഇതിൽ ലൈനിങ് വയ്ക്കുന്നില്ല, പക്ഷേ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇതൊരു ലൈനിങ് തുണിയാണ്, അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തതാണേ. ഇതിൻ്റെ നല്ല വശത്ത് വേണം സ്റ്റിച്ച് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഈ പശയുള്ള ഭാഗമാണ് അയൺ ചെയ്യേണ്ടത് കേട്ടോ. അത് പശയുള്ള ഭാഗം നമ്മൾ ഇതിലോട്ട് തുണിയോട് ചേർത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്, ബാക്കും ഇതുപോലെ തന്നെയാണ്, ഫ്രണ്ടിനൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇതാണ് പശയുള്ള ഭാഗം, അത് തുണിയിലോട്ട് ചേർത്ത് വയ്ക്കണം, എങ്കിലേ ഒട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇളകിപ്പോവും. ഒരുപാട് ചൂട് കൂട്ടി അയൺ ചെയ്യരുത്. നമുക്കിത് അയൺ ചെയ്തെടുത്തതിന് ശേഷം കാണാം. പിന്നെ ഇതെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അയൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു കുറച്ച് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ട്, ഇവിടെ വേണ്ട, ഈ സൈഡിലെല്ലാം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിനെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ തുണിയുടെ ചീത്ത വശത്ത് അയൺ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചീത്ത വശത്ത് വേണം നമ്മൾ അയൺ ചെയ്ത് വയ്ക്കാൻ കേട്ടോ. നല്ല വശത്തല്ല, ചീത്ത വശത്ത്, നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗത്തൊക്കെ വേണം ഇത് അയൺ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്യുക, ഇതിലോട്ട് ചേർത്ത് വെച്ച് മടക്കി തയ്ക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് തയ്യൽ തുമ്പ് കൂടെ കിടന്നതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തയ്യൽ തുമ്പ് മതി. പക്ഷേ ഇത്രയും ഇട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തത്, കാരണം എനിക്ക് നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് തയ്യൽ തുമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കണം. ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് എന്ന് നമ്മൾ എടുക്കണം. മാറിപ്പോലും നമ്മുടെ ഫ്രണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, F എന്ന് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ വേണം നമുക്ക് ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല വശത്ത് വേണം ഇതിൻ്റെ നല്ല വശം വയ്ക്കാൻ. സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടി ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. കറക്റ്റ് സെൻറ്റർ തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു കട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു കട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഇങ്ങനെ സെൻറ്ററും തമ്മിൽ ചേർത്ത് വയ്ക്കണം. വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വയ്ക്കണം. ഇവിടെ പിൻ ചെയ്യണം, ഇവിടെയൊക്കെ പിൻ ചെയ്യണം, അകത്തും പിൻ ചെയ്യണം. എന്നിട്ട് 4 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചും ഒരു ശകലവും കൂടി, 1/2 ഇഞ്ച് വേണ്ട, 4 ഇഞ്ച് കുറച്ചുകൂടി തയ്യൽ തുമ്പിട്ട് ഇതിലേക്ക് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടല്ല സ്റ്റിച്ച് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്.
ഇതിൽ കൂടെ ഈ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് കുറച്ചുകൂടി തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് തിരിച്ചിട്ടിരിക്കുന്നത്. ഇതേപോലെ ഒരു 1/4 ഇഞ്ചും കുറച്ചുകൂടി തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ വരച്ച ഈ മാർക്കിങ്ങിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇടയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ലെവൽ വരത്തില്ല. നമ്മൾ ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ എല്ലായിടവും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ചിൽ കൊള്ളരുത്, എങ്കിൽ വിട്ടുപോകും. ഇങ്ങനെ എല്ലായിടവും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ചീത്ത വശത്തോട്ട് മറിച്ചിടണം. ഇങ്ങനെ മറിച്ചിടും. എന്നിട്ട് ഹെമ്മിങ് ചെയ്ത് വയ്ക്കേണ്ടി വരും. ലൈനിങ് ആണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൽ കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് നല്ല പിടിച്ചിട്ടാൽ നല്ല ഷേപ്പ് വരത്തുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ വീവൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി നല്ല രീതിയിൽ പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഇട്ടതിന് ശേഷം കാണിക്കാം. കണ്ടോ, ഞാൻ ഇത് മറിച്ചിട്ടിട്ട് ഇതേപോലെ ഇനി ഇത് അയൺ ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഫിനിഷിങ് ആയിട്ട് വരും. എന്നിട്ട് ഈ അകവശത്ത് നമ്മൾ 2-3 സ്ഥലത്തൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 2-3 സ്ഥലത്ത് ഹെമ്മിങ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പം ഇതിപ്പം മുന്നേക്ക് ഇനി വയനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ്. എന്നിട്ട് നമ്മൾ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. എങ്കിൽ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റേ പിന്നെ ബാക്കിനൊക്കെ ചെയ്യേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ട് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ ഇതും അയൺ ചെയ്ത് സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അതും ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കും. ഇനി എന്താ ബാക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ പതിച്ചടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ടും പതിച്ചടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പതിച്ചടിക്കാം, ബാഗ് പതിച്ചടിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിന് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വെച്ചതിന് ശേഷം ഈ പീസിൽ നമ്മൾ ഈ നെക്കിൻ്റെ അതിനെ ഇങ്ങോട്ടേക്ക് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും ഷോൾഡർ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ഇത് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം ഫ്രണ്ടിനെ ബാക്കിനൊക്കെ പതിച്ചടിക്കാൻ കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് കാണിക്കും. എന്നിട്ട് ഇത് ഹെമ്മിങ് ചെയ്ത് വയ്ക്കണം 2 സൈഡും കേട്ടോ. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ വരും ചെയ്തെടുക്കുക. ഇതേപോലെ വരും. ഇനി നമുക്കിതിൽ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാൻ വന്ന്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പീസുകളൊക്കെ നമുക്ക് ഇത്രയും പീസാണ് ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ ജോയിൻ ചെയ്തെടുത്തതാണ്. ഇത്രയും പീസിനെ കട്ട് ചെയ്തിട്ട് ബാക്കി തുണികൾ ഞാൻ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയും വരും. ഇനി നമുക്ക് ആം ഹോൾ നമ്മൾ അളന്നപ്പോൾ കിട്ടിയത് 11.5 ഒരു 12 ഇഞ്ചോളം നമുക്ക് എടുക്കാം. കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറവാകരുത്. അതാ 12 ഇഞ്ചോളം വരുന്നുണ്ട്. 12 ഇഞ്ചോളം എടുക്കാം. അത് കഴിഞ്ഞ് ലെങ്ത് ഇവിടെ എത്ര ഉണ്ടോ എന്ന് നോക്കണം. 9.5 ഉണ്ട്. അതേ ലെങ്ത് തന്നെ ഇവിടെയും എടുക്കണം. അപ്പോൾ ഇവിടെ വരും. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴ്ത്തി വരയ്ക്കുക. 3 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ വന്നിട്ട് പിന്നെ വെറുതെ ഒന്നിങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ട് വരയ്ക്കുക. കാണുന്നില്ലല്ലേ? ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ ജോയിൻ ചെയ്തെടുത്തതാണ്. ലെങ്ത് 9.5 ഇവിടെ വരുന്നത്. അതേ ലെങ്ത് തന്നെ ഇവിടെയും വരണം 9.5. അപ്പോൾ അതായത് ഇവിടെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി ഇവിടെ വരയ്ക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് വളച്ച് ഇതേപോലെ കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു 6.5 ഇഞ്ച് കറക്റ്റ് അളവും 1 ഇഞ്ച് തയ്യൽ തുമ്പ് 7.5 കൊടുക്കാം. ഇതും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഞാൻ ചീത്ത വശത്ത് വരയ്ക്കുന്നത് കസ്റ്റമറുടെ ആയതാണ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ ഞാൻ വരയ്ക്കുന്നത് ഇതിങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് കൊണ്ടുവന്ന് തയ്യൽ തുമ്പ് ഇവിടെയും തയ്യൽ തുമ്പ് കിട്ടും, ഇവിടെയും തയ്യൽ തുമ്പ് കിട്ടും. കാരണം നമുക്ക് കറക്റ്റ് അളവാണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആം ഹോളൊക്കെ എടുത്തിട്ട് വേണം വരയ്ക്കാൻ. പക്ഷേ ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ
ആം ഹോളൊക്കെ ലൈൻ വരച്ച് കറക്റ്റ് ആം ഹോൾ എടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്ത്. മസിലിൻ്റെ അവിടുത്തെ ആം ഹോളൊക്കെ ഒന്ന് ആം ഹോൾ വിട്ടൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാം. മസിൽ റൗണ്ടൊക്കെ മസിലിൻ്റെ അവിടുത്തെ ആ വിട്ട് വണ്ണം അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ഫിറ്റിംഗ് അല്ലല്ലോ ഇത്. റെഡിമെയ്ഡ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് പിന്നീട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് സ്ലീവ് കിട്ടി. ഇനി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതാണ് സ്ലീവ്. ഇങ്ങനെ വരും, കാണുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ഞാൻ മറ്റേ സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ടേ. 2 സ്ലീവും എടുത്തിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുഴിച്ച് വെട്ടണം. നമ്മൾ ആം ഹോൾ കുഴിച്ചാണ് അത് കട്ട് ചെയ്തത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ സ്ലീവിൻ്റെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വയ്ക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇത് നല്ല വശവും തുണിയുടെ നല്ല വശവും തമ്മിലായിരിക്കും വയ്ക്കുന്നത്. ഇവിടെയും നല്ല വശവും നല്ല വശവും തമ്മിലായിരിക്കും വയ്ക്കുന്നത്. ഇങ്ങനെയായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഇവിടെയാണ് വരുന്നത് അല്ലേ, നമ്മൾ ഇടുന്ന ഭാഗം ഇവിടെയില്ല. ഇങ്ങനെയായിരിക്കും വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ നല്ല വശം ബോഡിയുടെ നല്ല വശത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ ഫ്രണ്ട് എന്ന് എഴുതിയിടണം. ഇത് രണ്ടുമാണ് ഫ്രണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് നല്ല വശം എടുത്തിട്ട് കുഴിച്ച് കട്ട് ചെയ്യാം. കറക്റ്റ് ലെവലിൽ വയ്ക്കണം കേട്ടോ, വച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം. നല്ല വശം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഈ കുറച്ച് ഭാഗം ഇങ്ങനെ അത് മാത്രം ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. കുറച്ച് ഭാഗം മാത്രം. ഒരുപാട് കുഴിക്കേണ്ട, കുറച്ചൊന്ന് കുഴിച്ചാൽ. ഫ്രണ്ടാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തേക്കണം. രണ്ടിടത്തും ഫ്രണ്ടാണെന്ന് മാർക്ക് ചെയ്തു. ഇതാണ് ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്ത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ഇതാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വശത്താണ് ഇതാണ് ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട്. ഇതിന് നല്ല വശവും ഇതിന് നല്ല വശവും കൂടെ സെൻറ്ററും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഫ്രണ്ട് വശം തന്നെ ഈ ഫ്രണ്ട് വരണം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക, തിരിച്ച് വരിക, വീണ്ടും അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും വന്നിട്ട് നടുക്ക് കെട്ടിട്ട് നിർത്തുക. മറു സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാനുള്ള. അത് ഫ്രണ്ട് വശത്ത് തന്നെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം വരണം. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം 4 വെച്ചിട്ട് മടക്കി അടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല ചീത്ത വശം മറിച്ചിട്ടിട്ട് നമ്മുടെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. 2 സൈഡിൽ മാർക്ക് ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ മാർക്ക് ചെയ്താൽ മാത്രം പോയി, 2 സൈഡിലും മാർക്ക് ചെയ്യണം. നമ്മൾ ഫ്രണ്ടിൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് വശമാണ് ഇട്ടേക്കുന്നത്. ഈ ഫ്രണ്ട് വശം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് എടുക്കണം. ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നമ്മൾ ഈ വശം തൊട്ട് ഇങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇതുവരെയുള്ള അളവ് ആദ്യം എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് അളന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 11 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ്. അത് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും മാർക്ക് ചെയ്യും. ഇതേപോലെ നമ്മൾ വേസ്റ്റ് അളക്കണം. വേസ്റ്റ് നമുക്കിവിടെ 14 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിന് ഇതിൽ ലെന്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ വേസ്റ്റ് 14 ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് അളക്കണം. ഇവിടെയാണ് എനിക്ക് വരുന്നത് കേട്ടോ. അപ്പം അവിടെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടുത്തെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വേസ്റ്റ് ഇവിടെ ആദ്യം ഫുൾ എടുക്കണം, എന്നിട്ട് വേണം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ. 24ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 12ആണ്. ഇവിടെ നിന്ന് നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വേസ്റ്റ് പിടിച്ചെന്ന് പറയുന്നത് നമുക്ക് 10 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യണം. അതേപോലെ ഇവിടെയും 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്തും കൂടെ എടുക്കണം കേട്ടോ.
അതും കൂടെ നമുക്ക് എടുത്തതിന് ശേഷം അവിടുത്തെ ലെങ്തും കൂടെ മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ അവിടുത്തത് നമ്മൾ എത്രയാണ് എടുത്തത്? 21 എടുത്തത്. അത് ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്, കണ്ടോ? ഇനി അവിടുത്തത് നമ്മൾ എത്രയാണോ വേണ്ടത് അത് എടുക്കണം. പിന്നെ സ്ലിറ്റിൻ്റെ അവിടുത്തത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഈ ചെസ്റ്റിന് ഇവിടെ ആയിട്ട് ഇവിടെ നിന്ന്, ഇവിടെയാണ് വേസ്റ്റ്, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് 12 ഇഞ്ചാണ് കേട്ടോ എനിക്ക് സ്ലിറ്റിൻ്റെ 12 ഇഞ്ച് ഇവിടെ. അപ്പോൾ അതിലോട്ട് കൊണ്ടുവന്ന് മുട്ടിച്ച്. നമുക്ക് ഈ കളർ തുണി ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് ചെയ്യണം കേട്ടോ. രണ്ടും അതുപോലെ ചെയ്യണം. ഇവിടെയും നമ്മൾ ഇങ്ങനെ എന്നിട്ട് ഇതാണ് കറക്റ്റ് അളവ്. ഇനി ഇതേപോലെ തന്നെ മറു സൈഡിലും ചെയ്യണം. ചെയ്തിട്ട് വേണം ഈ ചെസ്റ്റും മറ്റേ ചെസ്റ്റ് ബാക്കിലെ ചെസ്റ്റും കൂടി ചേർത്ത് വയ്ക്കണം. ഇതിൻ്റെ വേസ്റ്റും ബാക്കിലത്തും കൂടി ചേർത്ത് അങ്ങനെ വേണം സ്റ്റിച്ച്. അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ച് വെച്ച് ഇതേ അളവിൽ ചെയ്യരുത്. അപ്പോൾ ഞാനത് ചെയ്തതിന് ശേഷം എന്നിട്ട് ഇതുവരെ നമ്മൾ അടിച്ച് കെട്ടിട്ട് നിർത്തണം കേട്ടോ. ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം. ബാക്കിൽ നിങ്ങൾ ഇതേ അളവ് എടുക്കണം കേട്ടോ. ഞാൻ സൈഡെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതുവരെയാണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ചോക്ക് കാണുന്നില്ല, ഇതുവരെയാണ് സ്ലിറ്റ് വരുന്നത്. ഈ ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴ്ഭാഗത്തുള്ള ഫുൾ ലെന്ത് എടുക്കണം. ഇവിടുത്തെ ഇത്രയും അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എത്രയാണ് ബോട്ടം വേണ്ടത്? എനിക്ക് 13 അത് ഇങ്ങോട്ടേക്കും തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ സ്ലിറ്റില്ലേ ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ താഴെ നമ്മൾ ഈ 13 ഇഞ്ച് എടുത്ത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിന്ന് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ 1 ഇഞ്ച് ഈ ലൈനിന് ഇപ്പുറത്തുനിന്ന് 1 ഇഞ്ചോട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇങ്ങറ്റം വരെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതും കൂടെ ഒരു ലൈനായിട്ട് വരയ്ക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അത് ഈ ഒരു പീസിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട. 2 പീസിനും കൂടി അടിയിലത്തെ പീസിൽ ചെയ്യരുത്. എന്നിട്ട് കട്ട് ചെയ്യപ്പോൾ ഈ അടിയിലത്തെ പീസ് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിങ്ങനെ മാറ്റി വച്ചിട്ട് വേണം ഇങ്ങനെ എടുത്ത് വെട്ടാൻ. മറു സൈഡിൽ ഇതുപോലെ ചെയ്യണം. 2 സൈഡിലും നമ്മൾ ഇതുപോലെയാണ് ചെയ്യണം. എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ ചെയ്യണം. കാരണം അളവുകൾ വ്യത്യാസം വരും. രണ്ടും ഒരുപോലെ വെച്ച് ചെയ്യരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഒരു മടക്ക്, പിന്നെ ഒരു മടക്ക് മടക്കി ഈ സ്ലിറ്റ് അടിച്ചിങ്ങോട്ടേക്ക് വരിക. സ്ലിറ്റ് നമ്മൾ ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴ്ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ആദ്യം ഈ ലൈൻ വല്ലേ അതിലൊരു മടക്ക് മടക്കുക. അതാണ് അപ്പോൾ 1/2 ഇഞ്ചാവും. പിന്നെ ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. അതിന് ശേഷം ഇവിടെയും നമ്മൾ ഇങ്ങനെ ഒരു 2 മടക്ക് മടക്കി ഇങ്ങനെ മടക്കണം. അപ്പോൾ അത് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചോണം. ആദ്യമേ ഇവിടെ അത്ര ഇങ്ങനെ മടക്കിയിട്ട് പിൻ ചെയ്ത് വയ്ക്കണം. അതുപോലെ ഇവിടെയും നമ്മൾ അകത്തോട്ടാക്കിയിട്ട് പിൻ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ സ്ലിറ്റില്ലേ അതിൻ്റെ തൊട്ട് മുകളിൽ വേണം നിർത്താം. സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തരുത്, തൊട്ട് മുകളിൽ. സ്ലിറ്റ് ഇവിടെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിർത്തിയിട്ട് സൂചി ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ബ്ലൂ കളർ കാണുന്നത് ബാക്ക് നെക്ക് ഞാൻ ഡിസൈൻ നമ്മൾ പിന്നെ ക്യാൻവാസ് ചെയ്തതാണ്. അത് ഇടപ്പം കാണത്തില്ല കേട്ടോ. സ്ലീവും സൈഡും ഒക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഈ സ്ലിറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തപ്പം ലെങ്ത് കൂടിപ്പോവും. ഇതിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനത് അനുസരിച്ച് മടക്കി അടിച്ചിട്ടുണ്ട് കണ്ടോ. കണ്ടോ. അപ്പോൾ ഇതൊരു ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് വേറെ ഡിസൈനൊന്നും ചെയ്തില്ല. നമ്മൾ അവിടെ നെക്കിൻ്റെ അവിടെ മാത്രം ഒരു വി പോലെ ചെറുത് ആ ഡിസൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് തന്നെ ഡിസൈൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പം തയ്യൽ പഠിച്ചു തുടങ്ങുന്നവർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.